വെൽക്കം ബാക്ക് ടു അവർ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്ന ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഏതാണ്ട് 4ാമത്തെ എപ്പിസോഡും കൊണ്ടാണിത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ബ്രീഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിച്ച് ഞാൻ ഈ ഡിർട്ട് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 5 സെക്കൻഡ് മുമ്പൊന്ന് അറിയാതൊന്ന് മിസ്പ്ലേസ് ചെയ്തതാണ്. അപ്പം തന്നെ അത് ഗ്രാസായി. ഓക്കെ, നമുക്കപ്പോൾ ഇന്നങ്ങ് അതങ്ങ് ഉണ്ടാക്കിയേക്കാം ഒരു ബ്രീഡർ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യമേ അങ്ങ് പൊട്ടിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് അതുണ്ടാക്കാം. എപ്പോഴത്തെയും കൂട്ട് തുടക്കത്തിൽ നല്ല ലാഗ് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ലാഗുണ്ട് എനിക്ക് ഇവിടെ, കണ്ടല്ലോ എന്തോ ലാഗാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ലാഗുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് നല്ല കുറച്ചായിരിക്കും എനിക്ക് കേൾക്കുന്നത് ചിലപ്പോൾ. കാരണം ഇവിടെ പാൻ്റെ സൗണ്ട് ഭയങ്കര അധികമാണ്. അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ സൗണ്ട് കുറവായിരിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ ബ്രീഡറിൻ്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇപ്പോഴും എൻ്റെ ലാഗ് മാറിയിട്ടില്ല, നല്ല ലാഗുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി അവന്മാരെയും വിളിച്ചുകൊണ്ട് പറയണം. എനിക്കറിയത്തില്ല എന്താണ് ഇത്രയും ലാഗ് വരാനുള്ള കാര്യമെന്ന്. എന്തായാലും നോക്കാം. 2 ട്രേഡറിലാണ് എനിക്കിപ്പോൾ ഫോണായി. അപ്പോൾ അവന്മാർ ഇവിടെ 2 വില്ലേജേഴ്സിന് നമ്മുടെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത്. ഇപ്പം ഇച്ചിരിയും കൂടെ ഒന്ന് ലാഗ് ഫിക്സ് ആയെന്ന് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, കുറച്ച് സമയമായില്ലേ അതിൻ്റെതും. പിന്നെ ഞാൻ ഒരു മോഡ് എൻ്റെ കയ്യിലുള്ള എടുത്ത് കളഞ്ഞ് അപ്പോൾ കുറച്ചുകൂടെ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രീഡർ ഉണ്ടാക്കാൻ ഇനിയും കുറച്ച് സാധനങ്ങൾ വേണം. ഇവരെ ആദ്യമേ ഞാൻ ഇങ്ങോട്ട് കൊണ്ട് വീഴ്ത്തി ഇനിയും ബാക്കി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. ബാക്കി സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ. ബാക്കി സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയത്? പിന്നെ എൻ്റെ ഫസ്റ്റ് എൻട്രപ്പുകൾ എനിക്ക് ഈ വേൾഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ വേൾഡിലെ ഫസ്റ്റ് എൻട്രപ്പുകൾ കിട്ടിയിട്ടുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ഇതിലെ കൂടെ ഒരു എൻട്രമാൻ ഇങ്ങനെ കറങ്ങി നടന്നായിരുന്നു. അപ്പം ഞാൻ അവരൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ ആയിട്ടും അവന്മാരെ അങ്ങ് കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതുണ്ട്. ഈ ചവലൂട്ടൊക്കെ ഞാൻ കൊല്ലാൻ നോക്കുന്നു. നമുക്കിനി നമ്മുടെ ഒരു പെട്ടി ഞാൻ കൊണ്ടുവന്നായിരുന്നു, അതും എടുത്ത് അത് ഇങ്ങോട്ട് വെച്ചിട്ട് അതിനകത്തുള്ള എല്ലാം എടുത്ത് വെച്ചേക്കാം. നമുക്ക് ബിൽഡിന് ആവശ്യമുള്ള ആണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ബെഡൊക്കെ താഴോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് മൊത്തം കൂടെ 6 ബെഡ് കാണേണ്ടതാണ്. 1 2 3 4 5 6 ബെഡുണ്ട്. നമുക്ക് ഇതെടുത്ത് ഇവിടെ വെക്കാം. പിന്നെ കുറച്ച് ടെമ്പററി ബ്ലോക്സും കുറച്ചൊക്കെ ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 4 സ്ലാബ് 2 ടോർച്ചൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ ചുമ്മാ കൊണ്ടുവന്നതാണ്. ബോട്ട് ഞാൻ അവന്മാരെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇനിയും നമുക്ക് ഇതടുത്ത് ബിൽഡ് ചെയ്യാം. അതിനാദ്യം നമുക്ക് ഇത് സംഭവം വേണം. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇവിടെ ഇതേ കൂട്ട് 6 ബ്ലോക്ക് ഇവിടെ അങ്ങ് വെച്ച് വെക്കണം. എന്നിട്ട് ഇവിടുന്ന് നമ്മുടെ ബെഡെല്ലാം ഇങ്ങനെ എടുക്കണം. ഈ ബെഡെല്ലാം നമ്മളിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ അതായത് വെച്ചാണ് ആരും ഇല്ലോട്ട് ലിങ്കായി എന്ന് തോന്നുന്നു. ബട്ട് അത് കളഞ്ഞു. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ അടിയിൽ നിന്നുള്ള ബ്ലോക്ക് 2 എണ്ണം പൊട്ടിച്ച് മാറ്റണം. ഈ ഒരു ബ്രീഡർ ഞാൻ എന്തെന്ന് മറന്നുപോയി. ആ പുള്ളിയുടെ പേര് ദ ക്രാഫ്റ്റർ എന്തോ ആയിരുന്നു. ബ്രോ സോറി, ഞാൻ പേര് മറന്നുപോയതാണ്. അതുകൊണ്ട് ഓക്കെ, ആ ബ്രോയുടെ വീഡിയോയിൽ നിന്നാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ബിൽഡ് ചെയ്യണം ഇങ്ങനെ. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഇവിടുന്ന് എന്തോ 3x3 ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ഓക്കെ,
ഇവിടുന്ന് 3x3 ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എന്തായാലും ചെയ്യേണ്ടത് പ്ലീസ് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ. ഇനി 6x6 ബ്ലോക്ക് നമ്മൾ മൈൻ ചെയ്ത് മാറ്റണമല്ലോ. മൈൻ ചെയ്ത് മാറ്റിയിട്ട് അത് ഒരു ബ്ലോക്ക് കൂടെ എങ്ങാണ്ട് ഡീപ്പാക്കണം. അവനൊരു അടി കിട്ടിയപ്പോൾ അവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൗണ്ട് നല്ല കുറവായിരിക്കും, എനിക്കറിയാം. മാറിക്കടാ, മാറിക്കേ. അവനെ കൊന്ന് ചെയ്തറിയാം. ഓക്കെ, ഇതിങ്ങനെയാണ് സംഭവം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരൊരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സ്ലാബ് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നേ. സ്ലാബ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ബ്ലോക്കിൻ്റെ ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് വെക്കണം. അതിൻ്റെ മണ്ടയ്ക്ക് 2 സ്ലാബ് കൂടെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് മറ്റേ ട്രാപ്പ് ഡോർ വെക്കണം. ഓക്കെ, ട്രാപ്പ് ഡോർ നൈറ്റായി, ഇപ്പോൾ ഉറങ്ങണം. അതിന് മുമ്പ് ആ ട്രാപ്പ് ഡോർ കൂടെ എടുക്കാം നമുക്ക്. എന്നിട്ട് ട്രാപ്പ് ഡോർ കൂടെ ഇവിടെ വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് ഒന്ന് ഉറങ്ങാം. ഓക്കെ, ഞാൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാപ്പ് ഡോറ് ഇവിടെ ഫുള്ള് വെച്ച് കൊടുക്കണം. വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, വെച്ചിട്ടുണ്ട് അവിടെയും. ഇത് കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ അറിയാം, ഞാൻ അങ്ങോട്ട് വെച്ച്. നമ്മുടെ ഈ ബോട്ട് ഞാൻ എടുത്തില്ലായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല, മുകളിൽ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നോക്കിയിട്ടെടുത്ത് വെച്ചതുപോലെ അങ്ങ് വെക്കാം. എന്നിട്ട് ഇവിടെ തിരിച്ച് ഒന്നുകൂടി ഈ ഒരു ബ്ലോക്ക് വെച്ച് പിന്നെയും ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ടും കൂടെ വെച്ചാൽ ഓക്കെ, ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ അങ്ങ് അടച്ചിടണം, ക്ലോസ് ചെയ്യണം. ഇതെന്തായി സിംഗാണ്. ഓക്കെ, അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തായിരുന്നു ഞാൻ നോക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ വാട്ടർ ബക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ ആയിട്ടെങ്ങാണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഇങ്ങനാവും. ഓക്കെ, ഞാൻ അപ്പം ഇതൊക്കെ നമുക്ക് മാറ്റേണ്ട വരും ഇവിടെ നിന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ഇതിങ്ങനെ പോവായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ മാറ്റിക്കോളാം. അല്ലേ വേണ്ട, ഇപ്പം മാറ്റിയേക്കാം. അപ്പം കിടന്ന് മെനക്കേടുണ്ടാവില്ലേ. ഓക്കെ, അത് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ. ഓക്കെ ഗൈസ്, എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ വെള്ളം ഒഴുകി വരുന്നിടം വരെ നമ്മൾ ഈ ബ്ലോക്ക് അങ്ങ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ വരെ വന്നിട്ട് 2 ഗ്ലാസ് പെയിൻറ്റ് നമുക്ക് വേണം. പുള്ളി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലാസ് പെയിൻറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, 2 എണ്ണം 16 ആയി, കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ ഇങ്ങനല്ലാന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ, ഇത് ഇങ്ങനല്ലെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് കൂടെ പൊട്ടി മാറ്റാം ഇവിടുന്ന്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ടായി നമ്മുടെ ഈ ഒരു ബ്ലേഡ് ഏതാണ്ടൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ച് ചെയ്യാൻ. എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന്
എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് കവറങ്ങാണ്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്കതെല്ലാം കവർ ചെയ്യാം. വേർ ഈസ് ദ ഇത് എൻ്റെ ഇൻവെർട്ടറിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഫുള്ളങ്ങ് കവർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിനകത്ത് വീണാൽ പിന്നെ കയറാൻ വയ്യ. ഓക്കെ, നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് 2 ടെമ്പററി ബ്ലോക്ക് വെക്കണം. ഇതേ കൂട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ബ്ലോക്ക് വെക്കണം ഇവിടെ. എന്നിട്ട് ഇവിടെ ഒരെണ്ണം വെക്കണം. അയ്യോ, ഓക്കെ, ഒന്ന് ഇവിടെയും കൂടെ വെച്ചിട്ട് ഒന്ന് അപ്പുറത്തും കൂടെ കൊണ്ടുവെക്കണം. അയ്യോ, എന്താ ക്രൗച്ച് ചെയ്യും. ഓക്കെ, ഒന്ന് ഇവിടെയും കൂടെ വെച്ചേക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊട്ടിച്ചെടുക്കാം. എൻ്റെ പൊന്നോ, ഒന്നുകൂടെ ഞാൻ കയറിയിട്ട് ഇതങ്ങ് പൊട്ടിച്ച് മാറ്റി കൊടുക്കാം. അതവിടെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കണം. കമ്പോസ്റ്റർ എടുത്തുകൊണ്ട് വരാൻ ഞാൻ മറന്നുപോയി. ഇതുകൊണ്ടാണ് ഞാനിവിടെ ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് വുഡും എടുത്തുകൊണ്ട് വന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്കെല്ലാം ഇവിടെ തന്നെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കിനി 2 കമ്പോസ്റ്ററിനുണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ സ്ലാബ് വേണം. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കണം നമുക്ക്. എവിടെ സ്ലാബ്? ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 3 കമ്പോസ്റ്റർ വേണ്ട, 2 കമ്പോസ്റ്റർ ഉണ്ടാക്കണം. എന്നിട്ട് കമ്പോസ്റ്റർ കയ്യിലെടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബെഡിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതിന് തൊട്ട് അപ്പുറത്തുള്ള ഈ ഒരു ഭാഗത്തും കൊണ്ടുവെക്കണം. ഓക്കെ, നമുക്ക് ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഗൈസ് നമുക്കപ്പോൾ ഇനിയും വില്ലേജറിനെ കൊണ്ടിടണം. വില്ലേജറിനെ പിടിച്ചിരുന്ന ഇച്ചിരി ഹാർഡാണ് എനിക്കറിയാം. നമുക്ക് എന്തായാലും ഇനി അതുകൂടി ചെയ്യണം. അപ്പോൾ എവിടെ ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരണം. ഞാൻ വന്ന് വീഴാനും പാടില്ല. അതെ, ഇവിടെ കുറച്ച് ബ്ലോക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇങ്ങോട്ടൊന്നും വന്ന് വീഴല്ലോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ബ്ലോക്ക് വെക്കാം, നല്ലതാണ്. അവിടെ വന്ന് വീഴല്ലോ കേട്ടോ. ഇനിയും നമുക്ക് ആ വില്ലേജർ കൊണ്ടന്മാരെ ഇവിടെ കണ്ട് ഇടണം. ഓക്കെ ഗൈസ്, ഞാനിത് ഉണ്ടാക്കി തീർന്നില്ല. അതിന് മുമ്പേ ബേബി വില്ലേജർ വന്ന് ഇങ്ങനെ കൂട്ടണമല്ലോ. അവിടേക്ക് ഇവിടെ ഒന്നും ആയിരിക്കില്ല. നീ അവിടെ കഴിവുള്ളമാര് വന്നു. ഞാൻ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കിയില്ല, അതിന് മുമ്പ് വില്ലേജർ വന്നു, ബേബി വില്ലേജർ അവിടെ. അടിപൊളി ഗൈസ്, കൊള്ളാം, നല്ലതാണ്. ഇനി ഉമ്മാരെ നീ കൊണ്ട് ഇട്ടേക്കാം നമുക്ക് മരം. ഇനി എൻ്റെ ലീഡ് എടുക്കണം, നൈറ്റ് ആവും ചെയ്യുന്നു. ഓക്കെ, ലീഡ് എടുത്തിട്ടുണ്ട്. ഉമ്മാർ എടുത്തെത്തുമ്പോൾ തന്നെ എനിക്ക് നല്ല ലാഭം ലീഡാവും. ഓക്കെ, ഇപ്പോൾ മരിങ്ങ് പെട്ട് നേറ്റാണ് ഉറങ്ങണം. ഓക്കെ, പറഞ്ഞ ഞാൻ ശരിക്കും മേടിച്ചു ഇമാരെ എന്നേറ്റിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ടാ നിയമന്മാരെ കറക്റ്റ് ഇതിനകത്ത് കയറ്റി എടുക്കണം. ഇതാണ് ഇനി അടുത്ത ഏറ്റവും ഹാർഡായിട്ടുള്ള പാർട്ട്. ഇതിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള പാർട്ടാണിത്. നമുക്കിനിയും ഇത്രയും കൂടെ 2 ബ്ലോക്ക് വെച്ചിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഓർത്ത് ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ അമ്മമാരെ ഓടിപ്പോയാലോ. ഓക്കെ, ഇത് മതിയായിരിക്കും. ഇത് 2 ബ്ലോക്ക് ഇടണം. ഇവന്മാരെ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്, ഇങ്ങോട്ട് അങ്ങ് പോയാൻ മിസ്റ്റർ. അങ്ങോട്ട് കയറി പോകരുത്, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വീഴല്ലേ, ഞാനിങ്ങോട്ട് വീഴല്ലേ. അയ്യോ വീഴല്ലേ, ഇങ്ങോട്ട് അത്രയേ ഉള്ളൂ. ഇതുണ്ട്. ഇനി ഇവന്മാരെ എങ്ങനെയെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കയറ്റിയാൽ മതിയായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ കയറ്റുമെന്ന് അറിയാത്തത് ആലോചിച്ചത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ കയറ്റാമല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാൻ ചെയ്യാം. ഈ ഒരു ബ്ലോക്ക് ഇവിടുന്ന് വെച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങാം. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വരാൻ നോക്കുന്നുണ്ടേ ചിലപ്പോൾ ഇങ്ങോട്ട് നിൽക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് ആണെന്ന് തോന്നുന്നു നമ്മൾ. ഓ ഗൈസ്, എൻ്റെ പൊന്നോ, എടാ ഇങ്ങോട്ട് വരാതെടാ മണ്ടമ്മ. നീ ഞാൻ പറയുമ്പോൾ ഇങ്ങോട്ട്
ആ അത്രേ ഉള്ളൂ. ആഹാ ഗൈസ്, ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. ഓക്കെ നമുക്കപ്പോൾ നമ്മുടെ ബ്രീഡറിൻ്റെ പരിപാടി കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടെ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനിയും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കണം ഗൈസ്. ഇതേ കൂട്ട് കവർ ചെയ്ത് വെക്കണം. അയ്യോ ഗൈസ്, എൻ്റെ ഗ്ലാസ് തീർന്നു. ഓ ഗൈസ്, എൻ്റെ ഗ്ലാസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഗ്ലാസ് എനിക്ക് ഒപ്പിക്കാൻ പോകണം. എന്നിട്ട് ഞാൻ ഗ്ലാസ് ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ എങ്ങനെയൊക്കെ ഈ ബ്രീഡറിൻ്റെ പണി അങ്ങ് തീർന്നിട്ടുണ്ട്. ഇവന്മാരെ ഫുള്ള് ഞാൻ സെറ്റാക്കി. ഗ്ലാസ് തികഞ്ഞില്ലേ, അവസാനം വന്നപ്പോൾ ചതിച്ച് കഴിച്ചമാർ നമ്മളെ. ഇത് കണ്ടോ, അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് പണിയായിട്ട് ഇവിടെ ഇതിനകത്തിരിക്കുന്ന ഒരുത്തൻ്റെ ഈ എന്തോ ആണെന്നറിയോ, കുറേ ഡാമേജ് കിട്ടി. ഇവന്മാരെങ്ങനെയെന്ന് അറിയത്തില്ല ഈ ഒരു രീതിയിലായത്. ഈ ഒരു വർക്ക് സ്റ്റേഷനിലോട്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചിട്ടൊന്ന് വെച്ചാൽ മതി എന്ന് വിചാരിക്കുന്നു. എന്തായാലും പൊട്ടിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കിയാക്കാം. ഇവിടെയാണ് വെക്കണ്ടതൊക്കെ. നമുക്ക് ഇതുകൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ തന്നെ ഒന്നുകൂടെ വെച്ചേക്കാം. ഓക്കെ, ഞാനത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ജോലി എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പോയിട്ട് ചെയ്യണമായിരിക്കും ഗൈസ്. ആ 2 എണ്ണം പൊട്ടിച്ച് മാറ്റണമായിരിക്കും. അപ്പോൾ അവന്മാർ ജോലി എടുക്കേണ്ടതാണ്. ബൈ. ഓക്കെ, വീഡിയോ ഇപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും കുറേ നേരമായെന്ന് തോന്നുന്നു. ഭയങ്കര പ്രശ്നമാണ് ഇത്. ദൈവമേ, വല്ല സോംബി വല്ലതും വന്ന് ഇനി കൊന്നാലോ. എന്നേക്ക് ഓക്കെ എന്നിട്ടുണ്ട്. ഓടിക്കോ അങ്ങോട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. ദൈവമേ, കാണില്ലേ, ഒരു സോംബി ഒന്നും കൊല്ലല്ലേ. പക്ഷെ അവിടെ ഞാൻ ഒരു ബ്ലോക്ക് മിസ് ചെയ്തേ അവിടെ വെക്കാൻ. സോംബി വല്ലതും ഉണ്ടെങ്കിൽ ഇമാരെ തൊട്ടടി അടിച്ച് എൻ്റെ ബ്രീഡർ മൊത്തം പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്ലോക്ക് വെച്ചേക്കാം. ഓക്കെ, ഇവിടെയൊക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ മതി. ഓക്കെ, നമുക്ക് ഇനി ആ വർക്ക് സ്റ്റേഷൻ അങ്ങ് പൊട്ടിച്ച് മാറ്റാം. ഓടിപ്പൊക്കോ. എന്താ പറന്നു പോയി ബാറ്റ്? അതെ, ബാറ്റ് പറന്നു വന്ന്. എവിടെ നിന്നാണ് ആവോ? ഈ കേവിന്നായിരിക്കും. അതിൽ പറഞ്ഞേക്കുന്ന 2 എണ്ണം ഇതും അതുമാണ്. അപ്പോൾ നമുക്കിത് രണ്ടും അങ്ങ് പൊട്ടിക്കാനുള്ളതിനും ഇതും അല്ലേ, അതോ വല്ലോ വേറെ വല്ലോ ആണോ? ഞാൻ ഇനിയും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഫർണേസ് ഇല്ലായിരുന്നു. ഒന്ന് ഇതാണ് സ്മോക്കറും പിന്നെ ഈ ഒരു ബ്രൂയിങ് സ്റ്റാൻഡും ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സ്മോക്കർ ഇവിടെ വെക്കാൻ പറ്റത്തില്ലായിരിക്കും. അത് കുഴപ്പമില്ല. ഇത് ഞാൻ ഇവിടെ തൊട്ട് വെച്ചേക്കാം, സ്മോക്കറും സ്റ്റാൻഡും കൂടെ. ഇനി അമ്മ ജോലി എടുക്കേണ്ടതാണ്. എന്നിട്ട് മര്യാദയ്ക്ക് വർക്ക് ആവേണ്ടതുമാണ്. നമുക്ക് പോയിട്ട് ദേമനെ ജോലി എടുക്കണേ. കയാ മതിയായിരുന്നു ഈ ബ്രീഡർ. ജോലി എടുത്ത്. അയ്യോ ഗൈസ്, അവസാനം ഇവന്മാർ ജോലി എടുത്തിട്ടുണ്ട്. നമുക്കിനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബേബി വില്ലേജർ വരണം. നേരത്തെ ഒരു ബേബി വില്ലേജർ വന്നത് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടിട്ടായിരുന്നു. ഇതേണ്ടേ, ഇതാണ് അവൻ. എങ്ങനെയെന്ന് അറിയത്തില്ല, ഡെഡായിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ? അടിപൊളി. എൻ്റെ ഫുഡെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഞാനിനി അവിടെ നിന്ന് ഫുഡും എടുത്തുകൊണ്ട് വരണം. അവൻ്റെ ഇൻവെൻട്രിയിൽ ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും കാണണ്ടയാണ്, ക്യാരക്ടർ എന്തെങ്കിലും. അവിടെ നേരത്തെ ഇവിടുന്ന് കുറേ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വളർന്നു പോയി. ഇതൊക്കെ അമാർ നട്ടു വെച്ച കേട്ടോ, ഞാനല്ല നട്ടു വെച്ചത്, അമാരാണ് നട്ടു വെച്ചത്. നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ബ്രെഡ് 35 എണ്ണം ഇങ്ങനെ എടുത്തേക്കാം. ഇത് ഇത്രയും മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും വേണോ ആവോ എനിക്കറിയത്തില്ല. എന്തെങ്കിലും വേണ്ട 35 ബ്രെഡ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നമുക്ക് കുറച്ച് വേണം. ഓക്കെ, അത് കഴിച്ചിട്ടുണ്ട്. എന്താണ്? അതെ. ഓക്കെ, നമുക്കിനി പെട്ടെന്ന് പോയിട്ട് അതുകൂടെ ചെയ്യാം. ഓക്കെ. അയ്യോ, എത്ര നേരം ഇത്
ഈ പരിപാടി ഉണ്ടല്ലോ. അയ്യോ എൻ്റെ പൊന്നോ വയ്യാതെ അവസാനം. നോക്കി ഇവന്മാർക്ക് ഇത് ഇട്ടു കൊടുക്കണം. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നോക്കി ഇതിൻ്റെ ആവശ്യമില്ല. പയ്യെ ഇതുകൂടെ പൊട്ടിച്ചിട്ട് ട്രേഡ് എന്താണ് ഇവന്മാരെ? ഓ പൊട്ടാറ്റോ കൊടുത്തുള്ള ട്രേഡ്, ക്യാരറ്റ് കൊടുത്തുള്ള ട്രേഡ്. ഇത് നല്ല യൂസ് ആവും കേട്ടോ. ക്യാരറ്റ് കൊടുത്തുള്ള ട്രേഡ് യൂസ് ആവും. നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അവർക്ക്. അങ്ങനെ കുറച്ചിട്ട് കൊടുത്തു, 4 ഇട്ട് കൊടുത്തു. ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇച്ചിരി ഇട്ടിട്ട് കൊടുക്കാം. 4 അമ്മ എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ബ്രീഡാവുന്നു. ഓ ഗൈസ്, ഞാനിത് കണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു ബേബി വില്ലേജർ അല്ലേ നിൽക്കുന്നേ. അടിപൊളി. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ വില്ലേജർ ബ്രീഡർ ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനേ ഉള്ളൂ ഗൈസ്. ഫൈനലി ഉണ്ടല്ലോ, ഇതായിരുന്നു എനിക്ക് വേണ്ടതും ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബ്രീഡറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 വില്ലേജറും വന്നിപ്പുണ്ട്. നമുക്കിനി ഒമാരുടെ അടുത്ത് ഓരോന്ന് ചെയ്യാനുള്ളതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറ്റുമെങ്കിൽ ഒരു മോവ് ഫാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമോ, ഒരു അയൺ ഫാമോ എന്തെങ്കിലും ഉണ്ടാക്കണം. നമുക്ക് ഇനി തൊട്ട് ഫാമാണ് അങ്ങോട്ട് ഉണ്ടാക്കേണ്ടത്. ഞാൻ എന്തായാലും ഒരു അയൺ ഫാമിൻ്റെ ഒരു ഇതാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അയൺ ഫാമാണ് ഉണ്ടാക്കാൻ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.